ഹായ്, ഞാൻ ജോസഫ്. വളരെ ദിവസങ്ങളായി മനസ്സിൽ ഉണ്ടായിരുന്ന ഒരാഗ്രഹമാണ് എൻ്റെ ചിന്തകൾ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുക എന്നുള്ളത്. പണ്ട് നമ്മൾ ഒന്നോ രണ്ടോ ക്ലാസ്സുകളിൽ പഠിച്ച ഒരു പുസ്തകത്തിലെ കഥ എനിക്ക് ഓർമ്മ വരുന്നു. കുണ്ടിൽ ചാടിയ ചുണ്ടലി. ഒരു ചുണ്ടലി ഒരു പലഹാരപ്പൊതിയുമായി പറമ്പിലൂടെ ഇങ്ങനെ അതിവേഗം നീങ്ങുകയാണ്. പോകുന്ന വഴിക്ക് ഒരു കുണ്ടിൽ അകപ്പെട്ടുപോയി. കുണ്ടിൽ ചാടി വീണതൊന്നും വകവയ്ക്കാതെ അവിടെ ഇരുന്ന് പലഹാരം മുഴുവൻ അകത്താക്കി. അതിനുശേഷം രക്ഷപ്പെടുന്നതിനെ കുറിച്ചുള്ള മാർഗങ്ങൾ ആലോചിച്ചു. ചുറ്റും നോക്കി, ഒരു വഴിയും കാണുന്നില്ല. താഴോട്ട് നോക്കിയപ്പോൾ താൻ കൊണ്ടുവന്ന ന്യൂസ് പേപ്പറിന്റെ പീസ് അവിടെ ബാക്കിയായിട്ട് കിടപ്പുണ്ട്. അത് മുറിച്ച് കളഞ്ഞിട്ടില്ല. ആൾ അതൊന്ന് നിവർത്തി പിടിച്ചു. അപ്പോഴാണ് മനസ്സിലൊരാശയം. ഒരു വാർത്ത വായിക്കാൻ കഴിയും എന്നുള്ള വ്യാജേന ആള് പത്രം നിവർത്തി പിടിച്ചുകൊണ്ട് ഉറക്കെ വായിച്ചു: ആകാശം ഇടിഞ്ഞു വീഴുവാൻ പോകുന്നു, ജീവനിൽ കൊതിയുള്ളവർ വല്ല കുണ്ടിലും ഒളിച്ചുകൊള്ളുക. ആരെങ്കിലും ആ കുണ്ടിന്റെ പക്കത്തൂടി നടന്നു പോകുന്നുണ്ടോ എന്ന് ചെവിയോർത്ത് വട്ടം പിടിച്ചുകൊണ്ട് വീണ്ടും ഒരു ശബ്ദം കേട്ടപ്പോൾ ഉറക്കെ അത് തന്നെ വായിച്ചു: ആകാശം ഇടിഞ്ഞു വീഴാൻ പോകുന്നു, ജീവനിൽ കൊതിയുള്ളവർ വല്ല കുണ്ടിലും ഒളിച്ചുകൊള്ളുക. ഇത്തവണ അതൊരാളുടെ ചെവിയിലെത്തി. അത് മറ്റാരുമായിരുന്നില്ല, അതുവഴി കടന്നുപോയ ഒരു പുലിയായിരുന്നു. പുലി തിരിഞ്ഞെന്ന് ചോദിച്ചു: എന്തടാ, ആരടാ, എവിടെ നിന്നാണ് ഈ ശബ്ദം? താഴേക്ക് നോക്കിയപ്പോൾ ഒരു കുണ്ടിൽ ഒരു ചുണ്ടലി വീണ് കിടക്കുന്നു. അവനാണ് ഒരു പത്രം നിവർത്തി പിടിച്ചത് വായിക്കുന്നത്. ആഹാ, എന്താടാ വായിച്ചത്? ഒന്നുകൂടെ ഒന്ന് വായിച്ചേ, എന്തോ സംഭവം എന്തുവാ? അപ്പോഴാണ് പറഞ്ഞത്: ആകാശം ഇടിഞ്ഞു വീഴാൻ പോകുന്നു, ജീവനിൽ കൊതിയുള്ളവർ വല്ല കുണ്ടിലും ഒളിച്ചുകൊള്ളുക. എന്താടാ ഇത്, സത്യമാണോ? അതെ, വാർത്ത വന്നത് ഞാൻ വായിച്ചിരിക്കുകയാണ്. മനുഷ്യന്മാർ പത്രത്തിൽ അച്ചടിച്ച് വിട്ടിരിക്കുന്ന വാർത്തയാണ്. എന്തായാലും എനിക്ക് ജീവൻ രക്ഷിച്ചേ മതിയാകൂ, അതുകൊണ്ട് ഞാനിവിടെ കൂടുകയാണ്. ആഹാ, എങ്കിൽ പിന്നെ ഞാൻ വരുന്നു, എന്നെ കൂടെ അവിടെ ഉൾപ്പെടുത്തിക്കൂടെ നിനക്ക്? അതൊക്കെ പറ്റും, പക്ഷേ ഇവിടെ ചില നിബന്ധനകളൊക്കെ ഉണ്ട്. ഇവിടെ ആരും തുമ്മാൻ പാടില്ല. അനേകം പേർ ഇനിയും വരാനുണ്ട്. അവരെയൊക്കെ രക്ഷിക്കേണ്ട ചുമതല എനിക്കുണ്ട്. അതുകൊണ്ട് ആരെയും ആക്രമിക്കാൻ പാടില്ല. എല്ലാവരും സമാധാനത്തോടെ കഴിയുന്ന ഒരു സ്ഥലമായിരിക്കും ഇവിടം. ആ നിബന്ധനകളൊക്കെ അംഗീകരിച്ചെങ്കിൽ നിനക്കും വരാം ഇങ്ങോട്ട്. അതൊക്കെ അംഗീകരിച്ചു. എനിക്ക് എൻ്റെ ജീവനെ രക്ഷിക്കണം, അതാണ് എനിക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അങ്ങനെ പെട്ടെന്ന് തന്നെ ധൃതിയിൽ എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ട് പുലിയും താഴേക്ക് വരികയാണ്. പിന്നീട് ഒരു ആനയും അതുവഴി കടന്നുപോയി. ആന വരുമ്പോഴും എലി അവിടെ നിന്ന് ഉറക്കെ പത്രം വായിക്കുകയാണ്: ആകാശം ഇടിഞ്ഞു വീഴാൻ പോകുന്നു, ജീവനിൽ കൊതിയുള്ളവർ വല്ല കുണ്ടിലും ഒളിച്ചുകൊള്ളുക. ആനയ്ക്കും പേടിയായി. ആനയും താഴോട്ട് നോക്കി വിവരം അന്വേഷിച്ചു. അപ്പോൾ പുലിയും ഇരിപ്പുണ്ട്. അപ്പോഴ് വിവരങ്ങളെല്ലാം വിശദമായിട്ട് ചോദിച്ചറിഞ്ഞു. നിബന്ധനകളൊക്കെ എലിയും പുലിയും ചേർന്നാണ് മുമ്പോട്ട് വെച്ചത്. എലിയും പുലിയും ചേർന്ന് പറഞ്ഞ നിബന്ധനകളെല്ലാം അംഗീകരിച്ച് ആനയും താഴേക്ക് വന്നു. പിന്നെ കുരങ്ങൻ, കരടി, മുയൽ ഇങ്ങനെയുള്ള മൃഗങ്ങളെല്ലാം ആ കുണ്ടിനുള്ളിൽ സമ്മേളിച്ചു. സമയം പിന്നെയും നീങ്ങി. കുണ്ടിനുള്ളിൽ പൊടിപടലങ്ങൾ ഉയരാൻ തുടങ്ങി. ആകാശം എപ്പോഴാണ് ഇടിഞ്ഞു വീഴുക എന്ന് പറയാൻ പറ്റില്ല. അതുവരെ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ കഴിഞ്ഞു പോകുന്നവരെ നമുക്ക് ഈ കുണ്ടിൽ കഴിയേണ്ടി വരും. അതൊക്കെ ഓർത്ത് ഓരോരുത്തരും എന്ന് തീരും ഈ സങ്കടം, എന്ന് തീരും ഈ കഷ്ടം എന്നൊക്കെ ഓർത്തുകൊണ്ട് ഓരോരുത്തരും വ്യസനിക്കാൻ തുടങ്ങി. അപ്പോഴാണ് പെട്ടെന്ന് ഒരു തുമ്മൽ കേട്ടത്. ആച്ചി! അത് മറ്റാരുമായിരുന്നില്ല,
നമ്മുടെ ചുണ്ടില്. കേട്ട് തീരേണ്ട താമസം ആനയുടെ തുമ്പിക്കൈ പാഞ്ഞു ചെന്ന് ആ ചുണ്ടലിയെ വലിച്ച് പുറത്തേക്ക് എറിഞ്ഞു. ചുണ്ടലിക്ക് സമാധാനമായി, സന്തോഷമായി. അത് ജീവനും കൊണ്ട് അതിന്റെ വഴിക്ക് പോവുകയും ചെയ്തു. എന്താണ് ഈ കഥ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ഈ പഠിപ്പിച്ച അധ്യാപകരോ മറ്റാരെങ്കിലുമോ അതിനെപ്പറ്റി പറഞ്ഞു തന്നിട്ടില്ല. എന്നാൽ ജീവിതത്തിൽ പല സന്ദർഭങ്ങളും വരുമ്പോൾ നമ്മൾ ഈ കഥകൾ ഓർത്തു പോവുകയാണ്. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പുരോഗതി അനേകം ആളുകളുടെ ജോലി സാധ്യതകളെ കുറയ്ക്കും എന്ന് നമ്മൾ പത്രങ്ങളിലൂടെ വായിക്കുന്നു. അത് മാത്രമല്ല, ചുരുക്കം ചില ജോലികളെ അത് ബാധിക്കുകയില്ല അത്രേ. നഴ്സിംഗ് ജോലി ഉദാഹരണമായി പറയുന്നു. കാരണം മനുഷ്യർ നേരിട്ട് ഇടപെടേണ്ട സാഹചര്യമുള്ള പല ജോലികളും മനുഷ്യന്റെ ബുദ്ധിയും കഴിവും സമയവും ഉപയോഗിച്ച് ചെയ്യേണ്ട പല ജോലികൾക്കും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് കീഴടക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ ആ സ്ഥലം കൈയടക്കാൻ പറ്റാത്ത സ്ഥിതി ഉണ്ടാകും. ആ ജോലികളിൽ ഒരുപക്ഷെ തൊഴിലില്ലായ്മ ഉണ്ടായേക്കില്ല എന്ന് കരുതുന്നു. ഇപ്പോൾ ചില ആളുകൾ പറയുന്നത് നഴ്സിംഗ് ജോലിയിൽ മനുഷ്യന് പേഴ്സണലായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നഴ്സിംഗ് ജോലിക്ക് AI കടന്നു വരാനുള്ള സാധ്യത വളരെ കുറവാണത്രേ. നഴ്സിംഗ് ജോലിക്ക് സാധ്യത ഉണ്ടാകണമെങ്കിൽ രോഗികൾ ഉണ്ടാകണം, അതുപോലെ രോഗികൾക്ക് ചികിത്സിക്കാനുള്ള പണവും ഉണ്ടാകണം. ഈ ഒരു സാഹചര്യം നിലനിൽക്കുന്നെങ്കിലേ നഴ്സിംഗിനും സാധ്യതയുള്ളൂ. അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ഒരു തൊഴിലില്ലായ്മയുടെ സാഹചര്യങ്ങളിലേക്ക് നമ്മൾ കടന്നുപോയെന്ന് വരാം. അതിന് നമുക്ക് എല്ലാവർക്കും ജോലി ഉണ്ടാകണം. അതുപോലെ തന്നെ രോഗങ്ങൾ ഉണ്ടാകണം. രോഗങ്ങൾ വന്നാൽ ആധുനിക വൈദ്യശാസ്ത്രത്തെ സമീപിക്കാനുള്ള താല്പര്യവും ഉണ്ടാകണം. ഈ സാഹചര്യങ്ങളാണ് നമ്മളെ ആശുപത്രിയിലേക്ക് നയിക്കുന്നത്. തുടർന്ന് നേഴ്സിനോ ഡോക്ടർക്കോ മറ്റ് അനുബന്ധ ജോലിയുള്ളവർക്കോ ജോലി സാധ്യതകൾ ഉണ്ടാകുന്നു. ഇന്ന് നമുക്കറിയാം, നമ്മൾ ആശുപത്രിയിലേക്ക് ചെല്ലുമ്പോൾ ഡോക്ടർ ഫീസ് ഉണ്ട്. പിന്നീട് പരിശോധിക്കുന്നതിന് ചില പ്രത്യേക പരിശോധനകൾക്ക് ഫീസ് ഉണ്ട്. പിന്നെ ലബോറട്ടറി, രക്തം പരിശോധിക്കുക, കഫം, അങ്ങനെ എന്തെങ്കിലും വിവിധ തരത്തിലുള്ള പരിശോധനകളുണ്ട്. ECG, എക്സ്റേ, CT സ്കാൻ, ഇങ്ങനെ പലതരത്തിലുള്ള പരിശോധനകളുണ്ട്. ഇതിനെല്ലാം ആവശ്യമായ പണം എവിടെ നിന്നുണ്ടാകും? ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ എവിടെ നിന്നെങ്കിലും കടമെടുത്ത് നമ്മൾ ചികിത്സ ചെയ്യും. കാരണം ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് പണം ഉണ്ടാക്കാൻ കഴിയും എന്നുള്ള ഒരു ആത്മവിശ്വാസമാണ് നമ്മളെ ഇത്തരത്തിൽ ചികിത്സ തേടുന്നതിന് സഹായകമായിരിക്കും. അല്ലെങ്കിൽ സഹായിക്കാൻ മറ്റുള്ളവരുണ്ട്, പണമുള്ളവർ ചുറ്റുപാടുമുണ്ട് എന്നൊക്കെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഇത്തരത്തിലുള്ള അടിയന്തര സാഹചര്യങ്ങളിൽ ചികിത്സ തേടാൻ നമ്മളെ നിർബന്ധിതരാക്കുന്നുണ്ട്. എന്നാൽ അതും കൂടെ ഇല്ലാതെ വന്നാലോ? നമുക്ക് ചുറ്റുമുള്ളവർക്ക് പണമില്ലാതെ വന്നാലോ? നമുക്ക് പണമില്ലാതെ വന്നാലോ? ആശങ്ക ഉണർത്തുന്ന അത്തരമൊരു സാഹചര്യം ഉണ്ടാകുമോ? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മുടെ തൊഴിൽ സാഹചര്യങ്ങളെ ഇല്ലാതെയാക്കുമോ? എങ്ങനെ നമ്മളെ ഇത്തരം സാഹചര്യങ്ങളെ അതിജീവിക്കാനാകും? ഇങ്ങനെ പലവിധ ചിന്തകൾ നമ്മുടെയൊക്കെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. അത്തരത്തിലുള്ള ചിന്തകൾ കോർത്തിണക്കി വീണ്ടും ചിന്തകളുടെ ഒരു ധാര സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഞാൻ ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതിലേക്ക് മറ്റ് പല ജീവിത ചിന്തകളും പങ്കുവെക്കുന്നതിന് വേണ്ടിയും എൻ്റെ ഈ യൂട്യൂബ് പരമ്പരയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യും.